ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 7 മനോഭാവം കൂടിയേ തീരും. ആ 7 മനോഭാവമാണ് നിലവിൽ നമ്മൾ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന വ്യക്തികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാലോ? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട 7 ആറ്റിറ്റ്യൂഡുകൾ ഏതൊക്കെയാണ്, 7 മനോഭാവം ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. നമ്പർ 1 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സെൽഫ് ബിലീഫ് ആണ്. അവനവനിൽ തന്നെയുള്ള വിശ്വാസത്തെ ആർജിച്ചെടുക്കുക. എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അത് സാധിക്കും. അല്ലാതെ മറ്റൊരു വ്യക്തിയല്ല നിന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറയാനുള്ളത്. ആ വ്യക്തിയല്ല നമ്മൾ വിശ്വസിക്കാനുള്ളത്. നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ എന്ത് വിജയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? നമുക്ക് എപ്പോഴും ഒരു വളർച്ചാ മനോഭാവം അത്യാവശ്യമാണ്. മൂന്നാമത്തേത് റെസിലിയൻസ് ആണ്. അതായത് ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചു എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരാനായിട്ട് സാധിക്കണം. നമ്മൾ തകർന്നു വീഴാൻ എളുപ്പമാണ്, കെട്ടിപ്പടുത്തുയർത്തി വീണ്ടും എഴുന്നേറ്റ് വരാൻ അത് ഇച്ചിരി പ്രയാസമാണ്. അത് മനസ്സിലാക്കി വേണം ജീവിതത്തിൽ നിൽക്കാനായിട്ട് കേട്ടോ. നാലാമത്തേത് പോസിറ്റിവിറ്റി ആണ്. അതായത് നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ശുഭാപ്തി വിശ്വാസം, കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ നടക്കുന്ന മാത്രമല്ല പോസിറ്റിവിറ്റി, നേരെ മറിച്ച് തലയ്ക്ക് മീതെ പുഴ വന്ന അതിനും മീതെ പാലം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. വളരെയധികം അച്ചടക്ക ബോധം നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യില്ല, കരിയറിന് വേണ്ടി എന്ത് ചെയ്യും, എഡ്യൂക്കേഷന് വേണ്ടി എത്ര സമയം ചെലവഴിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ അത്യാവശ്യമാണ്. അത് കഴിയുമ്പോൾ കൊടുത്തിരിക്കുന്നത് അഡാപ്റ്റബിലിറ്റി അഥവാ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡാണ് എല്ലാ വ്യക്തികൾക്കും അത്യാവശ്യം. അതിപ്പോ കരിയറിലെ സക്സസ് ആയാലും ബിസിനസ്സിലെ സക്സസ് ആയാലും നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി കൂടിയേ തീരും. കാരണം നമ്മളൊരു വർക്ക് എൻവയോൺമെന്റിൽ പോയി, അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് പോയി, അവിടെ സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അഡാപ്റ്റബിൾ ആകാൻ പറ്റുന്നില്ല, ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തകതിമി തെയ്യെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് വീണു പോകും. പിന്നീട് ഏഴാമത്തത് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ആണ്. അതായത് നമുക്ക് എന്തോ ഒന്ന് വേണം, അത് എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കും, ഓടിപ്പാഞ്ഞ് നടക്കും. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയില്ല, നിലവിലുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അപ്രീഷിയേറ്റ് വാട്ട് യു ഓൾറെഡി ഹാവ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു മനോഭാവമാണ്, നന്ദിയുടെ മനോഭാവമാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള സമയമുണ്ട്. ഒരു വിജയെ സംബന്ധിച്ച് അതിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അതിനോടൊപ്പം ഈ 7 മനോഭാവവും കൂടി ഉണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ആശാന്മാരായിട്ട് മാറാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 7 മനോഭാവത്തെ കൈക്കുമ്പിളിൽ ഒതുക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്.